ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ പ്രജിത്ത്, അതായത് ഈ സമൂഹത്തിൻ്റെ, അതായത് പലപ്പോഴും പല രാജ്യങ്ങളും വികസിത രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുൻപേ സഞ്ചരിച്ച് ഇതൊക്കെ നിയമത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ നിയമ സാധുത നൽകുമ്പോഴും ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചത്, അതായത് 2018 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പോ ആവിർഭവിച്ചതാണ്, 2001 കാലഘട്ടം തൊട്ടുള്ള നിയമപോരാട്ടത്തിൽ സംഭവിച്ചതാണ് എന്ന് നമ്മളിതിനെ കാണാൻ കഴിയില്ല. ഇതിന് ജീവപരമായ ഇതിനൊരു പല വസ്തുതകളുമുണ്ട്. ആ വസ്തുതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നേരത്തെ ഫാദർ അഗസ്റ്റിൻ പ്രകടിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാനത് അദ്ദേഹത്തിനോട് ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു വിശ്വാസി സമൂഹം അല്ലെങ്കിൽ രണ്ടുപേരോ ഇങ്ങനൊരു കാര്യമായി നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ഏത് രീതിയിൽ ഇതിനെ സമീപിക്കും? അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് പോലും മറുപടി നൽകാൻ കഴിയുന്നില്ല. ഇതൊരു സങ്കീർണ വിഷയമായി തന്നെ കാണണം. എന്ത് സങ്കീർണതയാണ് അവിടെ അവശേഷിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞങ്ങളും അതിനെ നോക്കിക്കാണുന്നത് എന്ത് സങ്കീർണതയാണ് സ്വർഗാനുരാഗത്തിൽ കാണാൻ കഴിയുന്നതെന്നാണ്. എനിക്ക് തോന്നുന്നു മൊറാലിറ്റിയുടെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നതാണ്. മൊറാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് സദാചാരത്തിൻ്റെ ചില ചട്ടക്കൂടുകൾ മാത്രമാണ് സ്വർഗാനുരാഗത്തെ അംഗീകരിക്കാനായിട്ട് നമുക്കുള്ളത്. മതത്തെ സംബന്ധിക്കുകയാണെങ്കിൽ, നമുക്ക് തുറന്നു പറയുകയാണെങ്കിൽ, മതത്തിന് ആവശ്യം വിശ്വാസികളെയാണ്. വിശ്വാസികൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാകണമെങ്കിൽ അത് സ്വർഗാനുരാഗത്തിൽ സാധ്യമല്ല, ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ സാധ്യമല്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ നമുക്കറിയാം, മിക്കവാറുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ മതപുരോഹിതന്മാരെല്ലാം തന്നെ ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ 5, 6, 7, 8 കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കൂ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കൂ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മതത്തിന്, നമ്മുടെ വിശ്വാസങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആഹ്വാനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് നോക്കിക്കാണേണ്ടത്, സ്വർഗാനുരാഗികളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ പിന്തുടർന്ന് പോകുന്നവരുടെ എണ്ണം കുറയുന്നതാണ്. ഇത് എൻ്റെ ഒരു നിരീക്ഷണമായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ മതത്തിൻ്റെ എതിരായിട്ട് സ്വർഗാനുരാഗികൾ അല്ലെങ്കിൽ LGBTIQ എന്ന് തന്നെ പറയാം, LGBTIQ സമൂഹം നിൽക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കുകയാണ്, LGBTIQ സമൂഹത്തിൽ പെടുന്ന വിശ്വാസികളെ അപ്പോൾ ഇവരെന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ അടക്കമുള്ളവർ, ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാർപ്പാപ്പ അടക്കമുള്ളവർ സ്വർഗാനുരാഗികളെ അംഗീകരിക്കണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ്. വിശ്വാസികളായ LGBT സമൂഹത്തെ നിങ്ങൾക്ക് പുറന്തള്ളാൻ കഴിയില്ല. അവർക്കും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള മതപരമായ പ്രൊട്ടക്ഷനും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മതം എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ടല്ല, പക്ഷേ മതത്തിൻ്റെ വിശ്വാസത്തിൽ നിൽക്കുന്ന ചില ആൾക്കാർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ്. വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ IPC 377 ഒരിടത്തും തന്നെ സ്വർഗാനുരാഗത്തെ പറ്റി പരാമർശിക്കുന്നില്ല. ഒരു തെറ്റിദ്ധാരണയാണ്, സ്വർഗാനുരാഗത്തെ ക്രിമിനലൈസ് ചെയ്തിരുന്നതാണ് 377 എന്നല്ല. അതായത് എഗൈൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ എന്നൊരു പ്രസ്താവന IPC 377 അതായത് കാർണൽ ഇന്റർകോഴ്സ് എഗൈൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ലിംഗയോനി ബന്ധമല്ലാതെ ഉണ്ടാകുന്ന എല്ലാ ലൈംഗികതയും IPC 377 കുറ്റകരമായി വരുന്നു. ഇതിനെയാണ് സ്വർഗാനുരാഗത്തിനെ പരോക്ഷമായിട്ട് കുറ്റകരമായിട്ട്, അതായത് പരോക്ഷം എന്ന് പറയുന്നത് അതിനെ പല തരത്തിൽ ബാധിക്കുന്ന തരത്തിൽ കുറ്റകരമാക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം മാറിയത്. അപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളും നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം കാനഡ ആവട്ടെ, അമേരിക്കയുടെ ചില സ്റ്റേറ്റുകളാവട്ടെ, യൂറോപ്യൻ യൂണിയനിൽ വരുന്നിരുന്ന മിക്കവാറും രാജ്യങ്ങളെല്ലാം, ഓസ്ട്രേലിയ ഇപ്പോൾ ഏറ്റവും അടക്കം, അവസാനം നമുക്ക് പറയുകയാണെങ്കിൽ ചൈനീസ് തായ്പേയി അടക്കമുള്ള രാജ്യങ്ങൾ സ്വർഗാനുരാഗത്തെ അംഗീകരിക്കുകയും സ്വർഗ വിവാഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നതാണ്. കാരണം സ്വർഗാനുരാഗത്തെ 377 ഭരണഘടനാപരമായ നിലനിൽപ്പിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തു മാറ്റിയത്. പക്ഷേ LGBT വിഭാഗത്തിൽപ്പെടുന്നവരുടെ വിവാഹത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിനെ പറ്റിയോ അവരുടെ സെക്ഷൽ റൈറ്റ്സിനെ പറ്റിയൊന്നും തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി നമുക്കൊരു പിന്തുണയും പുതിയ വ്യക്തത വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ LGBT സമൂഹത്തിന് ആശ്വാസകരമാകുമെന്ന് തന്നെയാണ്. അവിടെ ഡോക്ടർ ജയപ്രകാശ്, അതായത് ഒരുപാട് ഒട്ടനവധി പേർ, താങ്കൾ സൂചിപ്പിച്ചത് എല്ലാവരുടെ ഉള്ളിലും ആ ഒരു പ്രണയവാസനയുണ്ട്. പലരുമൊക്കെ നീറിപ്പുകഞ്ഞ് ജീവിച്ചവരായിരിക്കാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ, ചർച്ചയിൽ പറഞ്ഞതുപോലെ, 1 സമൂഹം, 2 മാതാപിതാക്കളുടെ നിർബന്ധം, 3 ഇത്തരത്തിലുള്ള ഈ മതപരമായ കെട്ടുപാടുകളുണ്ടെങ്കിൽ ആ സഭയാണെങ്കിൽ സഭ, അല്ലെങ്കിൽ ആശ്രമമാണെങ്കിൽ ആശ്രമം, അല്ലെങ്കിൽ മോസ്ക് ആണെങ്കിൽ മോസ്ക്, അവിടെ നിന്നൊക്കെയുള്ള പുരോഹിതന്മാരുടെ ഇടപെടലുകൾ. അപ്പോൾ അവൻ്റെ ആ ഒരു ബോധത്തെ അവൻ നിർണ്ണയിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന ആ ബോധ്യത്തിലേക്ക്, ആ ആ സ്വന്തം ലിംഗം എന്ന ആ അസ്തിത്വത്തെ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ ഒരു പ്രണയമായാലും പ്രണയ കാമനകൾ, ആ കാമനകൾക്ക് പലപ്പോഴും തടയിടുന്ന ഈ 3 ഘടകങ്ങൾ, സമൂഹം, മാതാപിതാക്കളും, ഒപ്പം ഈ പറയുന്ന 3 ഘടകങ്ങൾ. അപ്പോൾ ഇതൊക്കെ അവർ പുകഞ്ഞ ആളുകൾ, അവർക്കൊക്കെ ഒരു ആശ്വാസകരമായി ഇക്കാര്യങ്ങൾ മാറുമോ? താങ്കളുടെ അടുത്തേക്ക് അടക്കം വരുന്ന, ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം പോലെ ഇത്തരം കേസുകൾ ഒട്ടനവധിയുണ്ട്. ഉദാഹരണങ്ങൾ സഹിതം താങ്കൾക്ക് അങ്ങനെ ഒന്ന് വിശദീകരിക്കാമെങ്കിൽ.
ഉദാഹരണങ്ങൾ എന്ത് മാറ്റം ഈ വിധിയോടുകൂടി ആ മേഖലയിലടക്കം മാറാൻ സാധ്യതയുണ്ട്? ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ഈ വിധി പിന്നെ 377 വകുപ്പ് റിമൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളുടെ ഇപ്പം ഞാൻ ചികിത്സാ സമൂഹമാണ്. ഞാൻ ചോദിച്ചാൽ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ വെച്ച് പറയാം. താങ്കൾ ഇപ്പോൾ കേരളത്തിലെ താങ്കളുടെ മുന്നിലേക്ക് വരുന്നത് എന്തായാലും കേരളത്തിലെ ആളുകളായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ ചില പിന്നെ അഡൽട്ട് സൈക്യാട്രി പ്രാക്ടീസ് ചെയ്തിരുന്ന ഘട്ടത്തിൽ, മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഘട്ടത്തിൽ എൻ്റെ അടുത്ത് ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലെന്നുള്ള രീതിയിലുള്ള കൊണ്ടുവരുമ്പോഴത്തേക്ക് കപ്പിൾസ് അപ്പോൾ അവർ ചിലർ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ഈ ഒരു താല്പര്യമല്ല, ഇത് പേരൻസ് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു വൈഫ് എന്നോട് ഒരുപാട് ഈ വ്യത്യസ്ത ലിംഗ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ കുടുംബങ്ങൾ അങ്ങനെ തകർന്നിട്ടുണ്ട്. സത്യമാണല്ലോ. ഇപ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കും. അതെ, ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അതായത് ഈ സമൂഹത്തിന്റെയും ഈ പറയുന്ന രക്ഷിതാക്കളുടെയും ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ടുള്ളത്, ഇപ്പം ക്യൂരതത്തിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ ഹെൽപ്പ് ലൈനിൽ ഞങ്ങൾക്ക് വരുന്ന കോളുകളിൽ ഒന്നെന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ, അതായത് ലെസ്ബിയൻ ആയിട്ടുള്ള, ഗേ ആയിട്ടുള്ള, ബൈസെക്ഷൽ ഓറിയന്റേഷനുള്ള, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുടെ കോളുകളാണ്. ഇവർ ചോദിക്കുന്നത്, ഇന്നത്തെ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ഒരു 20കളിൽ അല്ലെങ്കിൽ 30കളിൽ ഉണ്ടായിരുന്നത്, ഞങ്ങൾ വിവാഹിതരാകില്ലായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം ലെസ്ബിയൻ ആയിട്ടുള്ള, ഇപ്പം പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള നമുക്ക് കുറച്ച് കോളുകൾ വന്നായിരുന്നു. അപ്പോൾ അതിൽ ഒരു യുവതി ചോദിക്കുന്നത്, ഞാൻ വിവാഹിതരാകാൻ പോകുന്ന എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് പുരുഷന്മാരോട് യാതൊരു താല്പര്യമില്ല, എനിക്ക് മറ്റൊരു സ്ത്രീ പങ്കാളിയോടാണ് താല്പര്യം, ഞാൻ എന്താണ് വേണ്ടത്? അപ്പോൾ വീട്ടുകാർ പറയുന്നത് ഇതിന് പരിഹാരം കണ്ടുപിടിക്കുന്നത് വിവാഹം കഴിപ്പിക്കുക എന്നതാണ്. അപ്പം നിർബന്ധിച്ച് അവർ വിവാഹം കഴിപ്പിക്കും. വിവാഹം കഴിക്കാനായിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അയാളോട് ഈ കുട്ടി പറഞ്ഞു, അതായത് എനിക്ക് താങ്കളോട് അല്ലെങ്കിൽ ഒരു പുരുഷനോട് യാതൊരു വിധത്തിലുള്ള അട്രാക്ഷൻ തോന്നുന്നില്ല, യാതൊരു തരത്തിലുള്ള ലൈംഗിക ആസക്തിയും തോന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നിസ്സഹായാവസ്ഥ അവർ പറഞ്ഞു. എന്നാൽ നിർബന്ധിച്ച് വിവാഹം കഴിച്ചു. അയാൾ പറഞ്ഞത്, ഞാൻ തൻ്റെ ഇഷ്ടമില്ലാതെ തൻ്റെ ശരീരത്തിന് തൊടില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രിയിൽ തന്നെ അയാൾ അതിന് ഫോഴ്സ്ഫുൾ റേപ്പിന് വിധേയാക്കി. ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും ഉള്ള ലെസ്ബിയൻ ആയിട്ടുള്ള പെൺകുട്ടികളും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾ നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ട്രാൻസ് മാൻ ആയിട്ടുള്ള, അതായത് അവരുടെ ശരീരം എന്ന് പറയുന്നത് സ്ത്രീയുടേതായിരിക്കും, മനസ്സെന്ന് പറയുന്നത് പുരുഷൻ്റെതായിരിക്കും. അപ്പോൾ അവർ ട്രാൻസ്മായിട്ടുള്ളവരും ലെസ്ബിയൻ ആയിട്ടുള്ളവരും നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ മാരേജും. അത് എല്ലാ വിഭാഗത്തിനും ഉണ്ട് എങ്കിൽ കൂടി പിന്നീട്, അതായത് പ്രിജിത്ത് ഈ സമീപിച്ച അല്ലെങ്കിൽ അവരുടെയൊക്കെ തുടർന്നുള്ള അവരുടെ ജീവിതം, ഭാവി അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് കുഞ്ഞായി കഴിഞ്ഞു, പരിണമിച്ചത് എങ്ങോട്ടായിരിക്കാം? കുഞ്ഞായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ആ കുഞ്ഞിനെ ഒരു സ്നേഹത്തോടു കൂടി നോക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ്. അവരെ വെറുത്തുകൊണ്ട് ഓരോ നിമിഷവും അവരുടെ ശരീരത്തെയും ജീവിതത്തെയും ആ ബന്ധങ്ങളെയും കൂടെയുള്ള ആൾക്കാരെയും വെറുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് അങ്ങനെ കേരളത്തിൽ തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഒഫീഷ്യലായിട്ട് മീഡിയയോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരുപാട് ആത്മഹത്യകൾ കേരളത്തിൽ നടന്നതും, 100 കണക്കിന് ആത്മഹത്യാ ശ്രമങ്ങൾ ഞാൻ ഈ പറയുന്ന മെനഞ്ഞാന്ന് വരെ നടന്നിട്ടുള്ളതും കേരളത്തിൽ. അതിന് കാരണം LGBT വിഭാഗത്തിലായിരുന്നു. വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിക്കുന്നു, കൂട്ടുകാർ കളിയാക്കുന്നു, അധ്യാപകർ കളിയാക്കുന്നു, കൂടെയുള്ള ബന്ധുക്കൾ കളിയാക്കുന്നു. ഇത് എനിക്കൊന്ന് സാറിനൊക്കെ അറിയാൻ കഴിയുന്ന ഒരുപാട് ഇൻസിഡൻസ് അതിലുണ്ടായിരിക്കും. ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഇത്തരം കേസുകളെ ഞങ്ങൾക്കൊരു സൈക്കോ സോഷ്യൽ വർക്കർ ഉണ്ട്, ഒരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. അതിനുശേഷം കിരൺകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ തന്നെ മനോരോഗ ചികിത്സകനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ എത്തിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് സാധ്യമായ ഒരു സെറ്റപ്പാണ്, ഒരു സംവിധാനം മാത്രമാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഴുവൻ ഇത്തരം ഒരു ആശങ്ക നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം വരുന്നു. കേരളത്തിലെ ഡിവോഴ്സ് കൂടുന്നു, ആത്മഹത്യ നിരക്ക് കൂടുന്നു എന്ന് പറയുന്നതിന്റെ പല കാരണങ്ങളിൽ ചിലതെന്ന് പറയുന്നത് അവരുടെ ലൈംഗികത പരിഗണിക്കാതെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതും കളിയാക്കുന്നതൊക്കെ തന്നെയാണ്. തീർച്ചയായും. ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഡോക്ടറിലേക്ക് എത്താം. അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ വിധി നമ്മൾ ഏറ്റെടുത്ത് ചർച്ച നടത്തുമ്പോൾ ഒരു നിർണായകമായ ഒരു മാനുഷിക വശം അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ഒരു നിശ്ചിത വിഭാഗം അനുഭവിച്ചിരുന്ന ഏറ്റവും നീറിപ്പുകഞ്ഞ ആ അവസ്ഥ കൂടിയാണ് രണ്ടുപേരും പങ്കുവെച്ച്. ഡോക്ടറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. തീർച്ചയായും ചർച്ചയിലേക്ക് വരുമ്പോൾ ഫാദർ അഗസ്റ്റിൻ ടെലിഫോൺ ലൈനുണ്ട്, ഡോക്ടർ ജയപ്രകാശ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ ജയപ്രകാശ്, ഒരു സാമൂഹിക അവസ്ഥയുടെ സാക്ഷ്യമാണ് ശ്രീ പ്രിജിത്ത് പങ്കുവെച്ചത്. കാരണം നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വലിംഗത്തോട് തോന്നുന്ന പ്രണയത്തെ സമൂഹം അതിനെ എതിർത്ത് അവന് ആ
എതിർത്ത് മറികടന്നു അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് ഇവരെ വിവാഹം കഴിപ്പിക്കുന്നു, അവരുടെ ജീവിതാവസ്ഥ എത്രത്തോളം പരിണമിച്ചു തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളാണ്. താങ്കൾക്ക് കുറച്ചുകൂടി വ്യക്തമായ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇതിനെ തെളിവുകളടക്കം പങ്കുവയ്ക്കാൻ കഴിയുമെങ്കിൽ വാസ്തവമാണോ ഇക്കാര്യം? പ്രിജിത്ത് പങ്കുവച്ചത് വാസ്തവമാണ്. പ്രിജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട്. അതായത് ഒരിക്കലും ഒരു മാരിറ്റൽ ഡിസാർമണി ഉള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ വന്നപ്പോൾ അമ്മയുമായിട്ട് അമ്മയല്ല ഒരു സ്ത്രീയാണ്, കുട്ടികളില്ല അവർക്ക്, അപ്പോൾ മധ്യവയസ്കരാണ്. അപ്പോൾ ഈ രണ്ടുപേരെ ഒറ്റയ്ക്കിരുത്തി വിശകലനം ചെയ്തപ്പോഴത്തേക്ക് മിക്കവാറും മരിറ്റൽ ഡിസാർമണി എല്ലാം മിക്കവാറും സെക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ബേസിക് ആയിട്ടുള്ളത്. പുറമേക്ക് പ്രകടമാകുന്നത് സ്വർണം കൊടുത്തത് കുറവെന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ മരിറ്റൽ ഡിസാർമണിയുടെ ഒരു ബേസിക്കായിട്ട് സെക്ഷൽ അനാലിസിസ് നടത്തിയപ്പം ഈ സ്ത്രീ പറഞ്ഞത് പുള്ളിക്ക് എൻ്റെ കൂടെ ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് ഒരു താല്പര്യവുമില്ല, പുള്ളി ഒരു തരത്തിൽ ഒരു പിന്നെ താല്പര്യം കാണിക്കാറില്ല അങ്ങനത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ പുള്ളിക്ക് വേറെ സ്ത്രീകളുമായിട്ടാണോ ബന്ധം? അല്ല, പുള്ളിക്ക് സ്ത്രീകളുമായിട്ടല്ല, വേറെ പുരുഷന്മാരുമായിട്ടാണ് ബന്ധം, ചില ആൾക്കാർ ഇവിടെ വരും എന്ന് പറഞ്ഞു. അപ്പോഴിവിടെ ശരിക്കും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ അയാളെ നിങ്ങളെന്തിനാണ് കല്യാണം കഴിച്ചത്? അത് പുള്ളിക്ക് കല്യാണത്തിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു, മാതാപിതാക്കൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. അപ്പോൾ ഇവർക്ക് ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കൊണ്ട് ഇതുവരെയും കുട്ടികളുമില്ല. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിട്ടുള്ള ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഹോമോസെക്ഷൽ ബിഹേവിയർ, ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനാണ് ആ മെയിൽ പാർട്ട്ണറെ സംബന്ധിച്ച്. പക്ഷേ പുള്ളിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അതുവഴി എന്ത് പറ്റി? ഒരു സ്ത്രീയുടെ ജീവിതവും കൂടെ കഷ്ടത്തിലായി, ആ പുരുഷൻ്റെ ജീവിതം കഷ്ടത്തിലായെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം പുള്ളിയുടെ ലൈംഗിക തൃപ്തി നടക്കുന്നുണ്ട്, ലൈംഗിക അനുരാഗം നടക്കുന്നുണ്ട്, ഹോമോസെക്ഷൽ ടെൻഡൻസി ആണെന്നുള്ളത് കൊണ്ട് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് ഈ സ്ത്രീയുടെ ജീവിതം ആകെ കഷ്ടത്തിലായി. കാരണം അവർ നമ്മളെ പരമ്പരാഗത സമൂഹത്തിൽ ഒരാണിനെ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ പ്രിജിത്ത് പറഞ്ഞ കണക്ക് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇത് കല്യാണം ഒരു പരിഹാരമായിട്ട് കാണും ആളുകൾ. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും മാനസിക രോഗം വന്നാൽ ഒരു പരിഹാരം കല്യാണം, പ്രേമഭംഗം വന്നാൽ പരിഹാരം കല്യാണം, എന്തു വന്നാലും ഒരു പരിഹാരം എന്ന് പറയുന്നത് കല്യാണമാണ്. അപ്പോൾ ഈ വിവാഹമാണ്. ഈ വിവാഹത്തിലൂടെ ഒരു യഥാർത്ഥത്തിൽ രണ്ടുപേരുടെ ജീവിതവും യഥാർത്ഥത്തിൽ തകരാറിലാവുക ചെയ്തിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് നിരന്തരമായി കാണാൻ സാധിക്കും. ഇത് നോക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റിയാലിറ്റി ആണെന്നുള്ളതും, അല്ലാതെ ഇത് ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് സ്വർഗാനുരാഗത്തിൻ്റെ പ്രചരണപരമായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സ്വർഗാനുരാഗികളാകട്ടെ എന്നുള്ള രീതിയിലല്ല കോടതി. അതാണ് ആദർശവൽക്കരിക്കുകയും വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു പുത്തൻ ആദർശാത്മക രതിസങ്കേതമായിട്ട് ആദർശവൽക്കരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ റിയാലിറ്റി ആ റിയാലിറ്റിയാണ് ഇപ്പം കോടതി അംഗീകരിച്ചതിലൂടെ അത് നിയമപരമായ സാധുതയിലേക്ക് വന്നിരിക്കുന്നത്. ശ്രീ ഫാദർ അഗസ്റ്റിൻ, ഇതാണ് ഒരു രണ്ട് വശം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വശം കൂടി. അതിന്റെ റിയാലിറ്റി താങ്കൾ കേട്ടുകയാണ്. രണ്ട് കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ വ്യക്തത വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൂടുതൽ സാമൂഹികമായ രീതിയിലാണല്ലോ നിങ്ങളുടെ ചർച്ച പുരോഗമിക്കുന്നത്, ആ രീതിയിലുള്ള ഒരു വിശകലനമാണല്ലോ അവിടെ നടത്തുന്നത്. ശരിയാണ്, അത് വലിയൊരു സാമൂഹിക വിപത്താണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വരുത്തേണ്ട തിരുത്തലുകളും അത്തരക്കാരോട് പുലർത്തേണ്ട പുതിയ സമീപനങ്ങളുടെ ആവശ്യകതയൊക്കെ അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. പക്ഷെ എനിക്ക് വിയോജിപ്പുള്ളത് ലൈംഗികമായ ശാരീരികമായ മേഖലയിൽ മാത്രമായിട്ട് മനുഷ്യന്റെ വ്യക്തിത്വത്തെ, ലൈംഗിക വ്യക്തിത്വത്തെ ആവിഷ്കരിക്കാനുള്ള പരിശ്രമങ്ങളെയാണ്. അവിടെ തന്നെ ചിലർ സൂചിപ്പിച്ചുവല്ലോ, എന്ത് സങ്കീർണതയാണ് ഇതിനുള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നവർ. അതിനോട് എനിക്ക് ബഹുമാനപുരസ്സരം വിയോജിക്കണമെന്ന് തോന്നുകയാണ്. അവിടെ സദാചാരമൊക്കെ ആയിക്കൊള്ളട്ടെ, സദാചാരം എന്ന് പറയുന്നതൊക്കെ പല്ലവികളായിട്ട് തന്നെ തള്ളിക്കളയാം. പക്ഷേ ഇങ്ങനെയുള്ള ആഭിമുഖ്യങ്ങൾക്ക് നമ്മൾ മനുഷ്യന് കൈവന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അവയ്ക്ക് ജൈവികമോ ശാസ്ത്രീയമോ ആയ അടിത്തറകൾ ഇല്ലാത്തത് കൊണ്ടല്ല. ഏതാണ് ശരിയായ ലൈംഗികമായ ആവിഷ്കാരം? ഏത് ലൈംഗികതയായാലും ശരി, മനുഷ്യബന്ധം അഥവാ വ്യക്തികളുടെ വൈയക്തിക സ്നേഹമാണ് ലൈംഗികതയിലെയും അന്തസ്സത്ത എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞർ തന്നെയാണ്. മനഃശാസ്ത്രജ്ഞരാണല്ലോ പറയുന്നത് ശരിയായ ലൈംഗികത ആവിഷ്കരിക്കപ്പെടുന്നത് ഹൃദയങ്ങൾ തമ്മിലാ, ബിറ്റ്വീൻ ദ ഹാർട്ട്സാ, ബിറ്റ്വീൻ ദ ലെഗ്സ് അല്ല. ഇത് ഒരു മനഃശാസ്ത്രജ്ഞനെ തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് എന്ന് പറയുന്നത്. അവരത് പരമ്പരാഗത സദാചാരം വെച്ചുകൊണ്ട് പറയുന്നതല്ല. അതുപോലെ തന്നെ ന്യൂറോ സയൻസിനെ ഞാൻ വീണ്ടും ഉദ്ധരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാലിഫോർണിയയിലെ ഡോക്ടർ ന്യൂനറും കൂട്ടരും നടത്തിയ പഠനങ്ങളിൽ പറയുന്നത്
കമിതാക്കൾ തമ്മിൽ പ്രണയം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മാറ്റി ബന്ധങ്ങളെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ട പുതിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്രെയിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞനും ന്യൂറോ സയന്റിസ്റ്റുമായിട്ടുള്ള ആള് പറയുന്നതാണ്, മനുഷ്യന്റെ ലൈംഗികത തന്നെ പരമമായിട്ട് ആഭിമുഖ്യം പുലർത്തേണ്ടത് ബന്ധങ്ങളിലേക്ക്, വൈയക്തിക ബന്ധങ്ങളുടെ സ്ഥായി ഭാവങ്ങളിലേക്കും സ്ഥിരീകരണങ്ങളിലേക്കുമുള്ള ഒരു സുപ്രധാന ഉപാധിയാണ് മനുഷ്യന്റെ ലൈംഗികത. അപ്പൊ ഈ ലൈംഗികതയെ കേവലം ശാരീരികമായിട്ട് മാത്രം കാണുന്ന ഒരു ന്യൂനീകരിക്കപ്പെട്ട സമീപനത്തിന്റെ അപകടത്തെ പറ്റി നമ്മൾ ഇത്തരം ചർച്ചകളിൽ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ലൈംഗികതയുടെ സങ്കീർണതയെ തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നതിന്റെയും പോയിന്റ് ഇതാണ്. ഞാനീ പറയുന്നതും ശാസ്ത്രീയമായ എന്റെ അറിവിന്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ആവിഷ്കരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ സങ്കീർണതയില്ല. ഇതിനെ കേവലം സാമൂഹിക പ്രശ്നം മാത്രമായിട്ട് കാണുന്നത് ഇത്തരം വിധികള് വേറൊരു തലത്തിലേക്ക്, അരാജകത്വത്തിന്റെ തലത്തിലേക്ക് പോലും മനുഷ്യ സമൂഹങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള അപകടവും ഞാൻ കാണുന്നുണ്ട്. ഈ കാര്യത്തില് ബന്ധങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതായത് അങ്ങ് ഈ പറയുന്ന അരാജകത്വം എന്ന് പറയുന്നത് നമ്മൾ അഴിച്ചു വിടുകയല്ലേ, കയറൂരി വിടുകയല്ലല്ലോ. ഇവിടെ ശ്രീ ജയപ്രകാശ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കയറൂരി വിടണമെന്നല്ല, ആ നിലയ്ക്ക് ഇതിനെ സമീപിച്ചുകൂടെ? കാരണം ആദർശവൽക്കരിക്കേണ്ടതില്ല, അങ്ങനെ ആദർശവൽക്കരിക്കേണ്ടത് ബോധവാന്മാരാകണമെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് അവർക്ക് അവിടെയാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ വിവക്ഷ, അവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ വിവക്ഷ. അതാണ് സുപ്രീം കോടതി അല്ലെങ്കിൽ ഒരു കോടതിയുടെ സ്വാതന്ത്ര്യത്തിന്റെ വിവക്ഷയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട മർമ്മമെങ്കിൽ കോടതിയേക്കാൾ ഉപരി മതങ്ങളും ദൈവശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളുമാണ് അത് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് എന്റെ പക്ഷം. അവിടെ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം, ഈ അഡ്വക്കേറ്റ് നേരത്തെ സംസാരിച്ച പ്രിജിത്ത് പറഞ്ഞ അവരുടെ ഒരു ഡേറ്റയാണ്, അവരുടെ കയ്യിലുള്ള ഒരു ഡേറ്റ. ഇതുമൂലം കാരണം ഞാൻ നീറി പുകഞ്ഞ കേസുകൾ, ആ കുട്ടികളെ പലരും അവരുടെ വ്യക്തിത്വം ഏത് എന്ന് അവൻ തിരിച്ചറിയുകയും എന്നാൽ അതിലേക്ക് പോകാതെ തടയിട്ട് അവന്റെ മാനസികാവസ്ഥയെ കൂടുതൽ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോയ നിരവധി കേസുകൾ. അത് തുടർന്ന് അവൻ വളർന്നു വരുന്നു. അതിനുശേഷം അവനെ നിർബന്ധിച്ച്, അത് സമൂഹമായാലും സഭയായാലും ആരായിക്കോട്ടെ, അവനെ നിർബന്ധിച്ച് നേരത്തെ പറഞ്ഞത് ഒറ്റമൂലി ഒരു വിവാഹമാണല്ലോ, ആ നിലയ്ക്ക് കൊണ്ടുപോയി ജീവിതം പരാജയപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോയ ഒട്ടനവധി കേസുകളുണ്ട്. ആ കേസിന്റെ ഡേറ്റാസ് ആണ് മുന്നോട്ട് വെച്ചത്. അവിടെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന നിങ്ങൾക്കെല്ലാം ഒരു മറ്റ് സൊല്യൂഷൻ എന്താണ് അങ്ങനെയെങ്കിലും മുന്നോട്ട് വെക്കാനുള്ളത്? അവിടെ തടയിടാമായിരുന്നില്ലേ? അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ തന്നെയാണ് എങ്കിൽ തീർത്തും നിർഭാഗ്യകരമാണ്. മതപരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് ഒരിക്കലും സംഭവിക്കുവാൻ പാടുള്ള കാര്യങ്ങളല്ല അവയൊന്നും. ഞാനതിനെ സിമ്പത്തറ്റിക് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ധാർമ്മികതയെ പറ്റിയുള്ള ഇത്ര ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് മോറൽ കൺസെപ്ഷൻ മതങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനോട് പൂരകമല്ലാത്തതെല്ലാം തെറ്റാണ് എന്ന് വിധിക്കുവാനുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാ അതിലേക്ക് നയിച്ചത് എന്ന് തോന്നുകയാ. എല്ലാവരും ദൈവത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കാലിൽ നിന്ന് വന്നവൻ ശൂദ്രനാണ്, വയസ്സിനാണ്, താഴ്ന്നവനാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ ഇടയിൽ കടന്നു വന്നുകൊണ്ടല്ലോ ഒരു പരിധിവരെ വെളിച്ചം കൊണ്ട് തന്നെ ഇരുട്ട് സൃഷ്ടിക്കുന്ന ഒരു അപകടവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ മൗലികമായ മാനവ ദർശനത്തിലേക്ക് മടങ്ങിപ്പോകുവാനും ഈ കോടതി വിധി സഹായകമാകുമെങ്കിൽ അത് നല്ല കാര്യമാണ്. സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം, വ്യക്തിത്വത്തെ അംഗീകരിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഇതിന്റെ മറുവശം കൂടി ഊന്നൽ നൽകി പറയുന്നത്, അനാവശ്യമായുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇത് ഇടയാക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ വളരെ സമഗ്രമായ വിശകലനങ്ങളാണ് ഇതിൽ ആവശ്യമുള്ളത്. സാമൂഹികമായിട്ടോ ശാരീരികമായിട്ടോ മാത്രം ലൈംഗികതയെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഉപാധിയായിട്ട് കോടതി വിധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാമൂഹികമായ ഒത്തിരി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പിന്നെ നിങ്ങൾ ചോദ്യത്തിന് ഉന്നയം വ്യക്തിപരമായിട്ട് എന്റെ സമീപനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയെയും അവന്റെ സങ്കീർണതയിലും സമഗ്രതയിലും പഠിച്ചുകൊണ്ട് ശരിയായ മാർഗനിർദ്ദേശം കൗൺസിലിംഗ് വഴിയായിട്ട് അദ്ദേഹത്തിന് നൽകുക എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ അഭികാമ്യമായ സമീപനം എന്നാണ് എന്റെ പക്ഷം. ശ്രീ ജയപ്രകാശ്, അതായത് ഈ വിധി എങ്ങനെ ഈ ദിനത്തിൽ, കാരണം നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിധി എന്തായാലും അത് ഏതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്? ഇനി ഒരു വിധി വന്നിരിക്കുന്നു, അത് ഭരണഘടനാ ബെഞ്ചിൻ്റേതാണ്, അന്തിമമായ വിധിയാണ്. അത് പ്രായോഗിക തലത്തിലേക്ക് ഒക്കെ സംസ്ഥാനങ്ങൾ ആ വിധിക്ക് അല്ലെങ്കിൽ വിരുദ്ധമായ തലത്തിലേക്ക് എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ പരാതികളോ ഒക്കെ ഉണ്ടായാൽ കൂടി അത് ആ തലത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാൾ ഉപരി സാമൂഹികമായ ഉത്തരവാദിത്തം അത് എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നമുക്കിപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ ഈ വിധിയുടെ ദൂരവ്യാപകമായിട്ടുള്ള അതിൻ്റെ ഫലങ്ങളൊക്കെ എന്തായിരിക്കാം? ഇതിപ്പോൾ ഈ വിധി
സമൂഹം എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. നിയമപരമായി സാധുത എത്തിയിട്ടുണ്ടെങ്കിലും സമൂഹം ഇത് ഏറ്റെടുക്കും. സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ജനസമൂഹങ്ങളുണ്ട്. അപ്പോൾ ഈ സമൂഹം ഇതെങ്ങനെ ഏറ്റെടുക്കും? ഇത് ഈ ജനസമൂഹങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് ലൈംഗികമായിട്ടുള്ള സ്വവർഗാനുരാഗികളായിട്ടുള്ള സമൂഹങ്ങൾക്ക് ഈ സാമൂഹികമായ സ്വീകാര്യത എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അവർക്ക് നിയമപരമായ പരിരക്ഷ, നിയമം സാധുത ഉണ്ടെങ്കിൽ പോലും നിയമപരമായ പരിരക്ഷ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് തുടർന്ന് അവർക്ക് സ്വവർഗാനുരാഗികൾക്ക് കല്യാണം കഴിക്കുന്നതിനുള്ള, വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ട സാഹചര്യം, അത് നിയമപരമായ സാധുത വരാനുണ്ട്. കുട്ടികളെ ദത്തെടുക്കുന്ന, നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ വളർന്നു വരാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, നമുക്ക് ഈ സ്വവർഗാനുരാഗികളെന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ സമൂഹത്തിലുണ്ട്. അവരെയും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുക. അവരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അരാജകവാദികളായിട്ട് അവരെ കാണുന്ന പ്രവണത, അല്ലെങ്കിൽ അവരെ അബ്നോർമലാണെന്ന് കാണുന്ന പ്രവണത നമ്മൾ അവസാനിപ്പിക്കുക. അതിനുവേണ്ടിയുള്ള വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ സയൻറ്റിഫിക്കായിട്ടുള്ള ശാസ്ത്ര സമൂഹം കൂടുതലായിട്ട് സമൂഹത്തിൽ സമൂഹവും ശാസ്ത്ര സമൂഹവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് കൂടുതലായിട്ട് നടക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതായത് സമൂഹം ആ തലത്തിലേക്ക് മാറണം. സമൂഹം ഏറ്റെടുക്കേണ്ടി വരും. സമൂഹം ഈ നിയമത്തിനെ, ഈ സാഹചര്യത്തെ ഏറ്റെടുക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള പ്രിപ്പയർനെസ് വലിയൊരു പ്രക്രിയയാണ്. സമൂഹവും ഭരണകൂടവും എല്ലാ ജനസമൂഹങ്ങളും, വിവിധ ജനസമൂഹം, പ്രത്യേകിച്ച് മതസമൂഹങ്ങൾ, പരമ്പരാഗത സമൂഹങ്ങൾ, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ റിലീജിയസ് അല്ലാത്ത തന്നെ പരമ്പരാഗത സമൂഹങ്ങൾ, ഇവരെല്ലാവരും തന്നെ ഇതിനെ അംഗീകരിക്കേണ്ടി വരും. അവരും കൂടെ അംഗീകരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ വളരെ സ്വതന്ത്രമായ ജീവിതം ഈ സ്വവർഗാനുരാഗികൾക്ക് സമൂഹത്തിൽ സാധ്യമാകത്തുള്ളൂ. അതുവരെ വെല്ലുവിളി തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ നിയമപരമായ സാധ്യത ഉണ്ടെങ്കിലും വെല്ലുവിളികൾ ഇനി ഒരുപാടുണ്ടെന്നുള്ള, കടമ്പകൾ ഇനി ഒരുപാട് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ നന്ദി ഡോക്ടർ ജയപ്രകാശ്, ഒപ്പം തന്നെ ഫാദർ അഗസ്റ്റിൻ, പ്രിജിത്ത്, മൂവരും വിധി വരുന്നു. 157 വർഷത്തിന് ശേഷമുള്ള ചരിത്ര വിധി രേഖപ്പെടുത്തുമ്പോൾ, സ്വവർഗ ലൈംഗികത നിയമവിധേയമാക്കുമ്പോൾ അവരുടെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുകയായി.